പുനർജനിയെ പറ്റിയുള്ളൊരു വാർത്ത വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പും ഒന്നായി. എന്താ അതിനർത്ഥം? ഒരിക്കലും ഈ പ്രത്യേക ആളെ പിന്താങ്ങാത്തവരൊക്കെ അദ്ദേഹത്തെ പിന്താങ്ങി. കാര്യം അങ്കലാപ്പിൻ്റെ രൂക്ഷതയാണ്. ആ പാർട്ടിക്ക് അങ്കലാപ്പാണ്. പുനർജനയുടെ ഫലമായിട്ട് അന്വേഷണമുണ്ടായാൽ ആരൊക്കെ എടുക്കപ്പെടുമെന്ന് നമുക്കറിയില്ല. അത് കോൺഗ്രസ് പാർട്ടിയെ അല്ലാണ്ട് ബാധിക്കുന്നവർക്കറിയാം. അതെല്ലാം കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഈ അങ്കലാപ്പ്. ഒരു പഴയ കഥയുണ്ട്. ആർക്കാണോ ഭയമുള്ളത് അവരെല്ലാം ചുറ്റും നിൽക്കാൻ പറഞ്ഞു പണ്ടൊരാൾ, ഒരു കഥാപാത്രം പുരാണത്തിൽ. അതുപോലെ പറയുകയാണ് ഇപ്പോൾ ഒരു നേതാവ് കേരളത്തിൽ. എല്ലാവരും ചുറ്റും നിൽക്കുക, പേടിയില്ലെന്ന് പറയുന്നു. ആ പേടിയില്ലെന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു പേടിയില്ലേ? അത്തരം പേടിയൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പറ്റാത്ത പേടിയാണ്. നേരത്തെ വിജിലൻസ് അന്വേഷണം നടത്തുകയും യാതൊരുവിധ തെളിവുകളില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തൊരു കേസാണ്. ഇപ്പോൾ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലായിരിക്കുന്ന നിരവധി വിഷയങ്ങളുള്ളപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നത് അതിനെ കുറയ്ക്കാനാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അത് ഒരു കണക്കിന് ശരിയല്ലേ? പ്രതിപക്ഷ ആരോപണമല്ലേ? പ്രതിപക്ഷം ആരോപിക്കണ്ടേ? പക്ഷെ പ്രതിപക്ഷം കാണിക്കുന്ന അങ്കലാപ്പത്തിനാണ്. പ്രതിപക്ഷത്തിന് എല്ലാവർക്കും ഒരേപോലെ അങ്കലാപ്പുണ്ടായി തോന്നുന്നു. പ്രതിപക്ഷ ഭാഗത്ത് തന്നെ ഭയങ്കരതരാണ്. ഭയപ്പെട്ട് അവർ നിൽക്കുകയാണ്. ആ ഭയപ്പാട് അറിയിക്കുന്നത് എന്തെല്ലാമോ കാര്യങ്ങൾ അവർക്ക് ഭയമുണ്ടാക്കുന്നുണ്ടെന്നാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത് വന്നത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്നാണ് അവരുടെ പറയുന്നത്. കാര്യമില്ലല്ലോ. LDF സ്റ്റണ്ടിൻ്റെ കാര്യമൊന്നുമില്ല. LDF മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരു സ്റ്റണ്ടും വേണ്ട. ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ നല്ല ഉറപ്പുണ്ട് LDF. അതിൻ്റെ പേരാണ് ആത്മവിശ്വാസം. അതുകൊണ്ട് LDF സംശയം പറയാൻ കഴിയും. മൂന്നാം മൂല ഉറപ്പാണ്. 10 മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്ന ഫയലാണ് അതിപ്പോൾ. ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ വെള്ളാപ്പള്ളി വലിയ രീതിയിലുള്ള പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. അത് ഒരു രീതിയിൽ സർക്കാരിനെയും പാർട്ടിയും പല രീതിയിൽ വേട്ടയാടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ഒരു പ്രതിരോധത്തിലാവുന്ന സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഒരു മൂക്കുകയറുന്ന സാഹചര്യം ഇല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറെ ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ദൗത്യങ്ങളും പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് നിസ്സംശയം പറയട്ടെ, വെള്ളാപ്പള്ളിയുമായി ഒരു തർക്കത്തിലും വഴക്കിലും ഞങ്ങളില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വേറെ ഗൗരവമേറിയ രാഷ്ട്രീയ ദൗത്യം പൂർത്തീകരിക്കാനുണ്ട്. അതിനിടയ്ക്ക് വെള്ളാപ്പള്ളിയുമായിട്ട് തർക്കത്തിൽ വരാൻ നേരെ സീറ്റിലേക്കില്ല. സ്ഥാനാർത്ഥികൾ എപ്പോഴത്തേക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നു? സമയത്തുണ്ടാകും എല്ലാ സീറ്റുകളും.